ഹായ്. ഇന്ന് മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, 90s ജനറേഷൻ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ജനറേഷൻ അറിയാം സച്ചിൻ എന്താണെന്ന്. ഗോഡ് ഓഫ് ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബർത്ത്ഡേ ആണ് 24 ഏപ്രിൽ 1973 ഐ തിങ്ക്. എൻ്റെ ബാക്കിൽ വിരാട് കോഹ്ലി ഉണ്ടാവും, പക്ഷേ ഞാനൊരു സച്ചിൻ എൻ്റെ റോൾ മോഡലാണ്, സച്ചിൻ എൻ്റെ ഇൻസ്പിറേഷനാണ്. എൻ്റെ ഏറ്റവും വലിയ ഒരു സോഴ്സ് ഓഫ് എനർജിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഞാൻ എൻ്റെ ലവിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന സിറ്റുവേഷനിൽ റെഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ എന്ന് പലപ്പോഴും പലർക്കും ഡൗട്ട് വരാറുണ്ട്. അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. സച്ചിൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ എവറി ടൈം അല്ലേ. ബേസിക്കലി ഒരു സ്പോർട്സ് മാൻസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അയാളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ സ്കോറിങ് എബിലിറ്റി, ഇപ്പോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അയാൾ എത്ര റൺസ് സ്കോർ ചെയ്തു, സെഞ്ചുറി സ്കോർ ചെയ്തു, എത്ര 50 സ്കോർ ചെയ്തു, ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുക. പക്ഷേ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാരണം ആ കാര്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കില്ല. എത്ര റൺ സ്കോർ ചെയ്തു, എത്ര സെഞ്ചുറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഡിസ്കഷനേ പോവുക. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് പക്ഷേ ഡിസ്കഷനിൽ അത് കാരണം വിസിബിളുള്ള ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ക്രിക്ക് ബസ്സിലൊരു ഡിസ്കഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ടെസ്റ്റ് ക്രിക്കറ്റ്, അതായത് ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ ആരാണെന്നുള്ളൊരു ചർച്ച. അതിൽ ഒരുപാട് പേരെ കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതിൽ ബ്രയൻ ലാറ, സ്റ്റീവ് വോ, റിക്കി പോണ്ടിങ്, സച്ചിൻ സംഗക്കാര, രാഹുൽ ദ്രാവിഡ്, അങ്ങനെ ഒരുപാട്, അതായത് എല്ലാ രാജ്യത്തിലെയും ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്റ് പീപ്പിൾസിനെ അവരതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു. ഈ ചർച്ച നടക്കുന്ന ഒരുപാട് സ്റ്റേജുകളായിട്ടാണ്. ഓരോ സ്റ്റേജിലും അവരും എലിമിനേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം കുറച്ച് പ്ലെയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുക, അടുത്ത റൗണ്ടിലേക്ക് എലിമിനേറ്റ് ചെയ്ത് അപ്പോൾ എല്ലാവരെ കുറിച്ചും ചർച്ച, എല്ലാ ഗ്രേറ്റസ്റ്റ് ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടായിരുന്നു. അവരപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്ലെയേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനത്തെ റൗണ്ടിലെത്തിയപ്പോൾ അതായത് ഒരുപക്ഷെ 2 പേരെ വെച്ചിട്ടാണ് അവസാന റൗണ്ട് അവിടെ നടക്കുന്നത്. അവസാന റൗണ്ടിൽ കുമാർ സംഗക്കാര, സച്ചിൻ ടെണ്ടുൽക്കർ, ഹൂ ഇസ് ദ ബെസ്റ്റ്. ഓക്കെ, ഞാനൊരു സച്ചിൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. സച്ചിൻ എൻ്റെ ഇൻസ്പിറേഷനാണ്. ഒബിയസ്ലി നമ്മൾ പൈസറായി ചിന്തിക്കുന്ന സമയത്ത് സച്ചിൻ ഹാവ് ടു ബി മൈ ആൻസർ അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സച്ചിൻ ആയിരിക്കും എന്ന് തോന്നിക്കുന്ന ലെവലിൽ നിന്ന് കുമാർ സംഗക്കാരയാണ് ബെറ്റർ എന്ന ലെവലിലേക്ക് ആ ടോക്ക് മാറുകയാണ്. ഓക്കെ, അതായത് കുമാർ സംഗക്കാര പറയുന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. അതായത് ടെസ്റ്റ് മാച്ച് കളിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 50% ഒരു 2.5 ദിവസം അയാൾ കുനിഞ്ഞു വേണം ഇരിക്കാൻ. ഓക്കെ, അതൊരു ഫാക്റ്റാണ്. കാരണം ഒരു വിക്കറ്റ് കീപ്പർ ഏത് കാലത്തും കുനിഞ്ഞിരിക്കണം. അതായത് നടുവേദനയ്ക്കുള്ള എല്ലാവിധ സ്പേസും അവിടെയുണ്ട്. ഓക്കെ, അതായത് കൊണ്ട് തന്നെ ഒരു ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻമാരും കൂടുതലും വിക്കറ്റ് കീപ്പേഴ്സ് ആയിരിക്കില്ല. കാരണം അവർക്ക് അത് ഡബിൾ വർക്കാണ്. പലപ്പോഴും വിക്കറ്റ് കീപ്പിങ്ങിന് വലിയ ഇതില്ല. അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഒരു പ്ലെയർ എടുക്കണം. ഒരു ബാറ്റിംഗ് റെസ്പോൺസിബിൾ വളരെ. പക്ഷേ കുമാർ സംഗക്കാര ഒരു ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാനുമായിരുന്നു, സെയിം ടൈം ഒരു വിക്കറ്റ് കീപ്പറും കൂടിയായിരുന്നു. വിക്കറ്റ് കീപ്പർ ആവുന്ന സമയത്ത് അവർക്ക് ഡബിൾ ലോഡാണ്. കാരണം അവർക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം നടുവേദന എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു സാധനമാണ്. എപ്പോഴും കുനിഞ്ഞിരിക്കണം. ഓരോ ബോൾ വിടുമ്പോഴും ഫീൽഡർമാർക്കൊക്കെ ബോൾ വരുമ്പോൾ മാത്രം അതിനെ റെസ്പോണ്ട് ചെയ്താൽ മതി. കീപ്പർ എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം. അതായത് ബാറ്റ് ചെയ്യേണ്ട സമയത്ത് അവർക്ക് ജോലിയുണ്ട്, ഫീൽഡ് ചെയ്യുന്ന സമയത്തും ജോലിയുണ്ട്. അതിനെ നമുക്ക് കണ്ണു അടച്ചിട്ടിരിക്കാൻ പറ്റില്ല. ഫീൽഡർമാർക്കും മൈൻഡ് പോകും, പക്ഷേ വിക്കറ്റ് കീപ്പർ അല്ല. അപ്പം വിക്കറ്റ് കീപ്പർ എന്ന റോൾ അവിടെയുണ്ട്. കുമാർ അങ്ങനെ ഒരു ഫുൾ ടൈം വിക്കറ്റ് കീപ്പർ ആയിരുന്നു. അപ്പോൾ പിന്നെ അയാളുടെ സ്കോറിങ്, അയാൾ എത്രയോ 100s അടിച്ചിട്ടുണ്ട്. ഒരുപാട് പ്ലേയേഴ്സിന് സച്ചിനേക്കാളും 100 അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ സച്ചിൻ കളിച്ചിടത്തോളം മാച്ച് കുമാർ സംഗക്കാര കളിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ സച്ചിൻ്റെ സ്കോറിനെ മറികടക്കാവുന്ന അത്രയും ബാറ്റിംഗ് എബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പം ഈ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡ് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സംഗക്കാര ഈസ് ബെറ്റർ ദാൻ സച്ചിനേക്കാൾ ബെറ്റർ ആയിരുന്നു സംഗക്കാര. അപ്പോൾ ഓട്ടോമാറ്റിക് ഫൈനലൈസേഷൻ ആയി അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ല മികച്ചത് എന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഓക്കെ, ആസ് നമ്മളൊരു പ്രൊഫഷണലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോൺ ബയസറായി ചിന്തിക്കുന്ന സമയത്ത് യു ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് ആൻസർ. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല ആ കാര്യത്തിൽ ഏറ്റവും മികച്ചതെന്ന്. പക്ഷേ എല്ലാം കഴിഞ്ഞു, അതായത് ചർച്ചയുടെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഒരു ഗോൾഡൻ പോയിന്റ് വരികയാണ്. ആ ഒരു പോയിന്റിനെ സച്ചിൻ ഞങ്ങൾ റോക്കറ്റിൽ കയറിയ പോലെ പോവുകയാണ് മേലേക്ക്. അതായത് സച്ചിനും സംഘക്കാരെയും നമ്മൾ ടൈറ്റ് നിൽക്കുകയാണ് കോമ്പറ്റീഷനിൽ. അതായത് ആരാണ് മികച്ചതെന്ന്. ആ ഒരു പോയിന്റ് കൊണ്ട് സച്ചിൻ എനിക്ക് അങ്ങോട്ട് മേലെ എത്തി. അതായത് സച്ചിൻ സംഘക്കാരെയും കൂടെയുള്ള ഡിസ്റ്റൻസ് ഭയങ്കര ഡിസ്റ്റൻസായി മാറുകയാണ്.
സച്ചിൻ എവിടെയോ നിൽക്കണു. ഒബിയസ്ലി സംഘക്കാർ ഇസ് എ ബെറ്റർ ബാറ്റ്സ്മാൻ ടു. പക്ഷേ സച്ചിനും സംഘക്കാരിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഭയങ്കരമാണ്. ആ ഒരൊറ്റ പോയിന്റിൽ എനിക്ക് ആ ഗ്യാപ്പ്, കാരണം അത് പറഞ്ഞത് എൻ്റെ അറിവിൽ എനിക്ക് ആരാന്ന് ഓർമ്മയില്ല, എന്നാൽ ഒന്നിൽ മഞ്ചേക്കറാണ് തോന്നുന്നുണ്ട്, സഞ്ജയ് മഞ്ചേക്കറാണ് തോന്നുന്നുണ്ട്, ആ വ്യക്തിയാണ് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പോയിന്റിൽ നിൽക്കണം. കാരണം ആൾ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സച്ചിൻ ഓൾമോസ്റ്റ് 130 കോടി വ്യക്തികളുടെ, അതായത് അത്രയും പീപ്പിൾസിൻ്റെ എക്സ്പെക്റ്റേഷൻ ക്യാരി ചെയ്തിട്ടാണ് ബാറ്റ് കളിച്ചിട്ടുള്ളത്. സംഘക്കാരിക്ക് അത്രയും പ്രഷർ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതിനർത്ഥം സംഘക്കാരിക്ക് പ്രഷർ ഇല്ല എന്നല്ല, സച്ചിൻ ക്യാരി ചെയ്ത പ്രഷർ പറയുന്നത്. കാരണം ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു ഇമോഷനാണ്. ഓക്കെ, വലിയൊരു ഇമോഷനാണ്, ഹെവി ഇമോഷനാണ്. അതിൽ സച്ചിൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഇമോഷനാണ്. ഓക്കെ, അതിനേക്കാളും വലിയ. അപ്പോൾ പ്ലേയിങ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സച്ചിൻ ക്യാരി ചെയ്യുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ലെവലുണ്ട്. എക്സ്പെക്റ്റേഷൻ പറയുമ്പോൾ നമുക്കിപ്പോൾ പറയുമ്പോൾ ഫാൻസ് അങ്ങനെയൊക്കെ പറയാനുണ്ടെങ്കിലും ഒരു പ്ലെയറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ അവർക്ക് എക്സ്പെക്റ്റേഷൻ പ്രഷർ എന്നൊരു സാധനം അവിടെ ആഡ് ചെയ്യപ്പെടും. കാരണം നമ്മൾ ബാറ്റിംഗ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ക്രൗഡ് മൊത്തം നമ്മൾ ബെറ്ററായി പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുന്നവരാണ്. ഓക്കെ, അത്രയും, അതായത് അവിടെ നമ്മുടെ സ്കില്ല് മാത്രമല്ല ടെസ്റ്റ് ചെയ്യണം, നമ്മുടെ മെൻ്റൽ എബിലിറ്റി കൂടെ. അപ്പോൾ സച്ചിനെ സംബന്ധിച്ചോളം ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവരും ഗ്രൗണ്ടിൽ ഇരിക്കുന്ന അല്ലാത്തവരും ടി വിയിലുള്ളത് എല്ലാവരെയും ഡിസ്കസ് ചെയ്യണം സച്ചിനെ കുറിച്ചാണ്. സച്ചിൻ എന്ത് ചെയ്യുന്നു എന്നത് ഊറ്റി നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ പാരൻസ് നമ്മൾ പാസ്സാകുമോ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ക്യാരി ചെയ്യും. അത് നമ്മുടെ എന്തായാലും മാർക്ക് ഇത്ര അങ്ങനെ ചോദിക്കുന്ന എക്സ്പെക്റ്റേഷൻ ക്യാരി ചെയ്യുന്നത് പോലും വലിയൊരു കാര്യമാണ്, പ്രഷറാവും മാറും. അപ്പോൾ സച്ചിൻ നിൽക്കുന്നത് സച്ചിന് ഡയറക്റ്റായിട്ടുള്ള പീപ്പിൾസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പീപ്പിൾസും ഹോൾ, അതായത് ക്രിക്കറ്റ് കാണുന്ന അന്നൊരു മാച്ച് ഉണ്ടെങ്കിൽ, ഇന്ത്യക്കൊരു മാച്ച് ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് കാണുന്ന എല്ലാ വ്യക്തികളും സച്ചിൻ എന്ത് ചെയ്യണു എന്ന് നോക്കി നിൽക്കുന്ന ഒരു ഇതാണ്. ആ ഒരു പ്രഷർ സംഘക്കാർക്കില്ല. ഓക്കെ, എക്സ്പെക്റ്റേഷൻ പ്രഷർ ഇത് എവിടെയും കാണാൻ പറ്റില്ല. അതായത് നമുക്കൊരു സ്കോർ കാർഡ് നോക്കിയിട്ട് ഇയാൾ ഇത്ര എക്സ്പെക്റ്റേഷൻ പ്രഷർ, ആ വ്യക്തിക്ക് ഇത്ര എക്സ്പെക്റ്റേഷൻ, ഇത് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഹിഡൻ ആണ്. ഓക്കെ, പക്ഷേ ഇത് ഒരു വ്യക്തിയുടെ പെർഫോമൻസിനെ നന്നായി എഫക്റ്റ് ചെയ്യും. ഒരു വ്യക്തി പ്രഷർ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു വ്യക്തിയുടെ അയാളുടെ സ്കില്ലിനെ അഫക്റ്റ് ചെയ്യും. പ്രഷർ വില്ല എഫക്റ്റ്, എല്ലാ വ്യക്തികൾക്കും സ്കില്ലുണ്ടെങ്കിൽ പോലും പ്രഷർ വരുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ സ്കില്ല് ഡിഫറൻ്റായി മാറും. കാരണം അയാൾക്ക് ഈവൻ ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിലും പ്രഷർ ആ വ്യക്തിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ വ്യക്തിക്ക് ആ കാര്യം ചെയ്യാതായിരിക്കണം. സംഘക്കാർക്ക് സ്കില്ലുണ്ട്, സച്ചിന് സ്കില്ലുണ്ട്. പക്ഷേ സംഘക്കാരെ ഫേസ് ചെയ്തതിന് എത്രയോ മടങ്ങ് പ്രഷർ സച്ചിൻ ഫേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രഷറിൻ്റെ മേലെ നിന്നിട്ടാണ് സച്ചിൻ എല്ലാം ഒരു വർഷമോ 2 വർഷമോ അല്ല, എത്രയോ വർഷം ഇന്ത്യക്കാരുടെ എക്സ്പെക്റ്റേഷൻ ക്യാരി പറഞ്ഞാൽ സച്ചിൻ വന്നു കഴിഞ്ഞാൽ കളി ജയിക്കും, സച്ചിൻ നിന്ന് കഴിഞ്ഞാൽ കളി നിൽക്കും, അല്ലെങ്കിൽ കളി ജയിച്ചിരിക്കും ഷുവറായിട്ടും എന്നൊരു വലിയൊരു പ്രഷറാണ് ബാറ്റിംഗ് ഇറങ്ങുന്ന സമയത്ത്. എല്ലാവരും നമ്മളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവരും. ആ ഒരു പ്രഷർ എന്ന് പറയുന്ന ഒരു വലിയ, അതൊരിക്കലും അത് ഫേസ് ചെയ്തിട്ടുള്ള വ്യക്തി മാത്രമേ അത് എത്രത്തോളം നമ്മുടെ എബിലിറ്റി എഫക്റ്റ് ചെയ്യും എന്നൊരു ഈ ഒരു പോയിന്റിൽ ഞാൻ ഓട്ടോമാറ്റിക്കായി സച്ചിൻ ഈസ് ദ ബെസ്റ്റ് എന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യാണ്. കാരണം ഇറസ്പെക്റ്റീവ് ഓഫ് സച്ചിൻ എൻ്റെ ഫേവറേറ്റ് ആണ്, സച്ചിൻ എനിക്ക് ഇഷ്ടമുള്ള ആളാണ്, സച്ചിൻ ഇന്ത്യക്കാരനാണ് എന്ന ഫാക്റ്റുകളെല്ലാം ഒഴിവാക്കി വെച്ചതിന് ശേഷം സച്ചിനാണ് മികച്ചത് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗോൾഡൻ പോയിന്റ് ആയിരുന്നു ആ പ്രഷർ. കാരണം എത്ര കോടികളുടെ ആൾക്കാരുടെ എക്സ്പെക്റ്റേഷനാണ് സച്ചിൻ ക്യാരി ചെയ്തിട്ടുള്ളത്. അതൊരാൾക്കും പറ്റില്ല. ആ പ്രഷറിൽ ഒരു വ്യക്തി തോറ്റു പോകുന്നുള്ള ഉറപ്പാണ്. ഓക്കെ, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളിൽ ഒരുപാട് പേര് എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്യണ കാണുമ്പോൾ നമ്മൾ അതിൽ വീണ് പോകും ഷുവറായിട്ട്. പക്ഷേ ടെണ്ടുൽക്കർ വീണിട്ടില്ല എന്നതാണ് വരുന്നത്. ടെണ്ടുൽക്കർ വീഴാതെയാണ് 24 വർഷം കളിച്ചിട്ടുള്ളത്. ടെണ്ടുൽക്കർ ആ പ്രഷറിൻ്റെ മേലെയായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷൻ പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള സച്ചിൻ്റെ എബിലിറ്റി ഗോൾഡൻ അല്ലേ. ഒരു പക്ഷേ എല്ലാവർക്കും സച്ചിൻ്റെ തുല്യമായ സ്കില്ല് ഉണ്ടാവും, പക്ഷേ സച്ചിൻ അതിനേക്കാൾ മികച്ചതായിട്ടും പെർഫോം ചെയ്തു ഈ പ്രഷറിൽ നിന്നുകൊണ്ട്. ഓക്കെ, പ്രഷർ ഇല്ലാതെയും കളിച്ച വ്യക്തികൾ അതായത് ഒരുപാട് വ്യക്തികൾ സച്ചിനെ പോലെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലിസ്റ്റർ കുക്ക് ഏറ്റവും നന്നായി സ്കോർ ചെയ്തു. സച്ചിൻ്റെ ഏകദേശം അടുത്തോളം വന്നിട്ടുണ്ട് അയാളുടെ സ്കോറുകൾ. ഇപ്പോൾ കളിക്കുന്ന കറണ്ട് ജനറേഷനിലാണെങ്കിൽ ജോ റൂട്ട്, അയാൾ ചിലപ്പോൾ സച്ചിൻ്റെ റൺസ് അതിൻ്റെ സ്കോർ മറികടക്കാൻ സാധ്യതയുള്ള ഒരു ബാറ്റ്സ്മാനാണ്. വിരാട് കോഹ്ലി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും ടെസ്റ്റിൽ. പക്ഷേ ജോ റൂട്ടിന് ഏജ് ഉണ്ട്, കുറച്ച് പ്രായം കുറഞ്ഞാണ്. അപ്പോൾ ജോ റൂട്ട് സച്ചിൻ്റെ സ്കോറുകൾ അതല്ലെങ്കിൽ സച്ചിന് 15,000 റൺസ് സ്കോർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷേ അതൊന്നും അവർക്ക് സച്ചിനെ മറികടക്കാനുള്ളതാകില്ല. കാരണം സച്ചിൻ ഫേസ് ചെയ്തൊരു സാധനമുണ്ട്, അത് ഈ സ്പോർട്സ് ക്രിക്കറ്റിൽ വേറൊരു വ്യക്തിയും ഫേസ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ വിരാട് കോഹ്ലി ഫേസ് ചെയ്യേണ്ട ഒരു എക്സ്റ്റെൻറ്റ് വരെ, പക്ഷേ ഒരു എക്സ്റ്റെൻറ്റ് വരെ അത്രയും എക്സ്പെക്റ്റേഷൻ പ്രഷർ
ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി വന്ന വിരാട് കോഹ്ലിയാണ്. കാരണം സച്ചിൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക എക്സ്പെക്റ്റേഷൻ ഹോൾഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് സച്ചിൻ ഒബിയസ്ലി വിരാട് കോഹ്ലിയാണ്. ധോണിക്ക് ഫാൻ ബേസ് ഉണ്ടെങ്കിൽ പോലും ധോണി മോസ്റ്റ്ലി ക്യാപ്റ്റൻസിയുടെ ബേസിലാണ് അത് പോകുന്നത്. ധോണിക്ക് എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വന്ന ഫിനിഷിങ് പ്രഷറാണ്. ധോണി വന്നതിനെ ഫിനിഷ് ചെയ്തുള്ളൂ. ഒരു കരിയർ ബേസ് അങ്ങനെ ഒരു വലിയൊരു എക്സ്പെക്റ്റേഷൻ പ്രഷർ ധോണിക്ക് വന്നില്ല. ധോണി ഏറ്റവും അവസാനമാണ് ഇറങ്ങുന്നത്. ഒരു സ്കോർ മറികടക്കാം, സച്ചിൻ്റെ 15,000 എന്നുള്ള റൺസ് മറികടക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടാകും. കാരണം ഇപ്പോൾ മോസ്റ്റ്ലി ക്രിക്കറ്റിംഗ് ബാറ്റ്സ്മാനെ ഫേവറിങ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് സച്ചിൻ്റെ സ്കോർ ഒബിയസ്ലി 15,000 മറികടക്കാം. പക്ഷെ അതിന് കാരണം അതുകൊണ്ട് നമുക്ക് സച്ചിനെ ആ വ്യക്തി മറികടന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം സച്ചിൻ ഫേസ് ചെയ്തൊരു പ്രഷറുണ്ട്. അപ്പോൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫാൻസും ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് പ്രിവിലേജ് ആയിട്ടാണ് മറ്റുള്ളവർ സച്ചിൻ പറഞ്ഞോ എത്ര ഫാൻസ്. പക്ഷേ ടു സം എക്സ്റ്റെൻറ്റ് അതൊരു പ്രഷറും കൂടി ആഡ് ചെയ്യും. ആ പ്രഷർ ഫേസ് ചെയ്യുക പറഞ്ഞാൽ ഈസിയും അല്ല. ഓക്കെ, ഇപ്പോൾ ബാക്കി എല്ലാ ഇപ്പോൾ അലിസ്റ്റർ കുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെസ്റ്റ് പ്ലെയറാണ്. ആ വ്യക്തി പ്രഷർ ഫേസ് ചെയ്തിട്ടില്ല. അയാൾക്ക് ഒരിക്കലും ക്രിക്കറ്റിൽ ഡയറക്റ്റായിട്ട് വരുന്ന പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഓക്കെ, അതായത് സ്കോർ ചെയ്യുമ്പോൾ വരാത്തത്, അല്ലാതെ ഒരു ഫാൻസിൻ്റെ പ്രഷറോ അല്ലെങ്കിൽ പീപ്പിൾസിൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രഷർ അത് അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടല്ല. കുറച്ചുണ്ടാവുക ആവശ്യം, പക്ഷേ സച്ചിനോളം വരില്ല. സച്ചിനോളം ഫേസ് ചെയ്തതായിട്ട് ആരുമില്ല. കുറച്ചുകൂടെ ഫേസ് ചെയ്യണത് വിരാട് കോഹ്ലിയാണ്. ഓക്കെ, വിരാട് കോഹ്ലിയാണ് ഒരു വിരാട് കോഹ്ലി ബാറ്റിംഗ് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. വി വിൽ ഡു ഒരു പ്രഷറും കൂടെ ചെയ്യുന്നുണ്ട്. വിരാട് കോഹ്ലി ടു സം ക്ലോസ് ടു ബിഗ്. പക്ഷേ സച്ചിൻ്റെ റൺസ് ആര് തന്നെ മറികടന്നാൽ പോലും അവരൊരിക്കലും സച്ചിനായി മാറാൻ പറ്റില്ല. സച്ചിൻ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. സച്ചിൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് എനി ടൈം. അതിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടാവും. എവിടെയെല്ലാം ഒരു ബ്രയൻ ലാറ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റാണ്, എവിടെയെല്ലാം ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കണ്ടോ അവിടെയെല്ലാം സച്ചിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. കാരണം അയാൾ അത്രയും മികച്ചതാണ്. കാരണം സച്ചിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. സച്ചിൻ അത്രയ്ക്ക് ഏത് എറയിൽ സച്ചിൻ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിച്ചാലും, ഏത് ജനറേഷൻ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിച്ചാലും അതെല്ലാം സച്ചിൻ എന്നൊരു വാക്കവിടെ ഉപയോഗിക്കപ്പെടും. കാരണം സച്ചിൻ ക്രിക്കറ്റിൽ അതാണ്. സച്ചിൻ ക്രിക്കറ്റിൽ അതാർക്കും ആരെങ്കിലും വന്ന് എടുത്തിട്ട് പോകാൻ. ഇപ്പോൾ ഒരു ജനറേഷൻ്റെ പ്ലെയർ എന്ന് പറയും, ആ ജനറേഷൻ ആ പ്ലെയറാണ് മികച്ചത്. പക്ഷേ എല്ലാ ജനറേഷനും പ്ലെയറിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ സച്ചിൻ്റെ 51ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. സച്ചിൻ 51 സെഞ്ചുറീസ് ആണ് തോന്നുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ അടിച്ചിട്ടുള്ളത്. കാരണം 51 സെഞ്ചുറീസ്, 51ാമത്തെ ബർത്ത്ഡേ ആണ് തോന്നുന്നു. സച്ചിൻ എല്ലാവിധ ബെസ്റ്റും വിഷ് ചെയ്യുന്നു.